കേരളത്തിൽ ഇനിയും തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ചിട്ടില്ല. പക്ഷേ ഇതുമായി ബന്ധപ്പെട്ട ചർച്ചകൾ ചൂടുപിടിച്ച് നടക്കുകയാണ്. രാഷ്ട്രീയ വൃത്തങ്ങളിൽ എന്തൊക്കെയാണ് വർത്തമാനം? സ്വാഗതം രാഷ്ട്രീയ വൃത്തത്തിലേക്ക്. രതീഷേ, ഇപ്പോൾ ഇന്നലെ രാവിലെ വാട്സാപ്പിൽ ഒരു മെസ്സേജ് വന്നു. AICC തയ്യാറാക്കിയ പ്രോബബിൾ ലിസ്റ്റ് എന്ന് പറഞ്ഞാണ് വന്നത്. പിന്നീട് അത് മനസ്സിലായി അത് AICC തയ്യാറാക്കിയതല്ല, ആരോ ചില തൽപര കക്ഷികൾ തയ്യാറാക്കിയതാണെന്ന്. ഇത് ശരിയാണെന്ന് പെട്ടെന്ന് കണ്ടു കഴിഞ്ഞാൽ തോന്നുകയും ചെയ്യും. ഈ തൽപര കക്ഷികൾ ആരാണിത് തയ്യാറാക്കിയത്? തൽപര കക്ഷികൾ ആര് എന്നെ സംബന്ധിച്ച് പല വിധത്തിലുള്ള അഭ്യൂഹങ്ങളുണ്ട്. അതിലേക്ക് ഞാൻ വരുന്നതിന് മുമ്പ് ഈ സാധാരണയിൽ കോൺഗ്രസിൻ്റെ ഒരു രീതി അറിയാമല്ലോ. സാധാരണ കോൺഗ്രസിൽ സ്ഥാനാർത്ഥി പട്ടികയുമായി ബന്ധപ്പെട്ട ചർച്ചകൾ അത് സംസ്ഥാനത്ത് നടക്കും. ഒരു വലിയ പട്ടികയായിരിക്കും. അത് പിന്നീട് ചുരുക്കപ്പട്ടികയാക്കും, സെൻട്രൽ കമ്മിറ്റിയിലേക്ക്, ഹൈക്കമാൻഡിലേക്ക് സമർപ്പിക്കുന്നു. അവിടെ വീണ്ടും ചർച്ചകൾ നടക്കുമ്പോൾ ഇത്രയും വലിയ പട്ടിക പറ്റില്ല, അതിനെ ചുരുക്കണം. അങ്ങനെ രണ്ടോ മൂന്നോ പേര്, ഒന്ന് എന്നല്ല രണ്ടോ മൂന്നോ പേരിലേക്ക് ആ പട്ടിക ചുരുക്കപ്പെടും. ഇതാണ് സാധാരണ നിലയിൽ നടക്കുക. ഒടുവിൽ പലവിധ ഇക്വേഷൻസ് പരിഗണിച്ചു. നേരത്തെ ആണെങ്കിൽ ഗ്രൂപ്പ് സമവാക്യം, മണ്ഡലത്തിലെ ജാതി സമവാക്യം, ജില്ലയിലെ ആകെ ടോട്ടൽ മണ്ഡലം, ഇപ്പോൾ 14 മണ്ഡലമുള്ള തിരുവനന്തപുരം ആണെങ്കിൽ അതിൻ്റെ മൊത്തം ഇക്വേഷൻസ് ഓരോ ജാതി സമവാക്യം ഉൾപ്പെടെ പരിഗണിച്ചുകൊണ്ടാണ് ഈ പട്ടിക തയ്യാറാക്കുക. അത് ഗ്രൂപ്പ് അടക്കം എല്ലാ ഘടകം. ഇത്തവണ ഗ്രൂപ്പ് എന്നത് പ്രകടമായി ഇല്ല. അതേസമയം ചില ആളുകൾക്ക് ഗ്രൂപ്പായി വരുന്ന മൂവ് ചെയ്യണമെന്ന ആഗ്രഹമുണ്ട് എന്നതാണ് ഈ പട്ടികയുടെ സ്വഭാവം കൊണ്ട് മനസ്സിലാകുന്നത്. അവിടെയാണ് ഈ പട്ടിക തയ്യാറാക്കിയത് ആര് എന്ന ചോദ്യത്തിൻ്റെ പ്രസക്തിന്. ഒന്ന്, ഗ്രൂപ്പായി മൂവ് ചെയ്യാം, ഭാവി കണ്ട് മുന്നോട്ട് പോകാം. അപ്പോൾ അത്തരം ചില നീക്കങ്ങൾ ചിലയിടങ്ങളിൽ നടക്കുന്നു. ഇപ്പോൾ നമുക്ക് ഉറപ്പിച്ചെല്ലാം അങ്ങനെ പരസ്യമായി പറയാൻ കഴിയില്ലെങ്കിലും അത്തരം ചില നീക്കങ്ങൾ നടക്കുന്നതിൻ്റെ ഭാഗമായി ഉണ്ടായ പട്ടിക എന്ന് വേണം കരുതാൻ. മാത്രമല്ല ഇതിലെ വലിയൊരു കൗതുകം, ചില പേരുകൾ, ചില മണ്ഡലങ്ങളിലെ പേരുകൾ കണ്ടാൽ വളരെ വിശ്വസനീയമായിട്ട് തോന്നുകയും ചെയ്യും. അതാണ് ഈ പട്ടിക തയ്യാറാക്കിയതിൽ വലിയൊരു കൃത്യമായൊരു ബുദ്ധികേന്ദ്രം പ്രവർത്തിച്ചിട്ടുണ്ട്. വളരെ പൊളിറ്റിക്കലായ പട്ടികയാണ്, വളരെ സാധ്യതാ പട്ടികയാണ്. ഈ പട്ടികയെ അങ്ങനെ പരിപൂർണമായി തള്ളിക്കളയേണ്ട. ഈ പട്ടികയിലുള്ള ആളുകളിൽ ഓരോ മണ്ഡലത്തിൽ ഇപ്പോൾ 3 പേര് അല്ലെങ്കിൽ 4 പേര് 5 പേര് വരെ ഉണ്ട്. ചിലയിടത്ത് 2 പേരൊക്കെയാണ്, ചിലയിടത്ത് ഒറ്റ പേരുമുണ്ട്. പോട്ടെ, ഈ പട്ടികയിലുള്ള ആളുകളൊക്കെ തന്നെ ആയിരിക്കും സ്ഥാനാർത്ഥികളായി. ഈ പട്ടികയ്ക്ക് പുറത്ത് നിന്ന് സ്ഥാനാർത്ഥികളാകുന്ന ആളുകളും ഉണ്ടാകാം. പക്ഷേ ചിലരെ ഒഴിവാക്കണം, ചിലർ ഈ പട്ടികയിൽ വരണം എന്നത് വളരെ ബോധപൂർവമായി കൗശലപൂർവ്വം ചെയ്തിട്ടുണ്ട് എന്ന് മനസ്സിലാക്കാം. ഇപ്പോൾ താല്പര്യമില്ല. ഉദാഹരണത്തിന് ഇപ്പോൾ മഞ്ചേശ്വരം സീറ്റാണ്, ഞാനൊരു ഉദാഹരണം പറയാം. മഞ്ചേശ്വരത്ത് ഇവർക്ക് താല്പര്യമുണ്ടോ ഇല്ലേ എന്നല്ല ഞാൻ പറയുന്നത്. മഞ്ചേശ്വരം നിയമസഭാ അസംബ്ലി മണ്ഡലത്തിലെ സ്ഥാനാർത്ഥി നിർണ്ണയമാണ് ഈ പട്ടികയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ടെങ്കിൽ അവിടെ ഇപ്പോൾ ഈ പട്ടിക തയ്യാറാക്കിയ ആളുകൾക്ക് പ്രത്യേകമായൊരു താല്പര്യമോ അവർക്ക് മുന്നോട്ട് വയ്ക്കാൻ ഒരു പേരോ ഉണ്ടായിട്ടുണ്ടാകില്ല. അപ്പോൾ എന്ത് ചെയ്യും? അല്ല, ഞാൻ ഒരു ഉദാഹരണം പറഞ്ഞാൽ ഒരു ഉദാഹരണം, അതുകൊണ്ടാണ് ആ ഉദാഹരണം എടുത്തത്. മഞ്ചേശ്വരത്താണെങ്കിൽ അവിടെ സാധ്യതയുള്ള ആളുകളുടെ പേര് സാധാരണ നിലയിൽ പറഞ്ഞു കേൾക്കുന്ന പേരുകൾ അവിടെ പ്ലേസ് ചെയ്യപ്പെട്ടിട്ടുണ്ട്. എന്നാൽ താല്പര്യമുള്ള സ്ഥലത്തേക്ക് വരുമ്പോഴാണ് 3 എന്നുള്ളത് 4ഉം 5ഉമായി മാറുന്നത്. 3ാമത്തെ 4ാമത്തെ പേരൊക്കെ ഈ പട്ടിക ഒന്ന് പരിശോധിച്ചാൽ ശ്രദ്ധിക്കേണ്ട ചില പേരുകളുണ്ട്. അത് ആ നിലയിലുള്ള ഒരു മൂവ്മെൻറ്റ് അവിടെ നടന്ന് ചില പേരുകൾ ഉൾക്കൊള്ളിക്കാൻ, ചില പേരുകൾ സജീവമാക്കാൻ. ഇപ്പോൾ ഒറ്റ മണ്ഡലത്തിൽ മാത്രം പേര് പറഞ്ഞ ആളുകളാണെന്ന് വിചാരിക്കുക, അങ്ങനെ ചർച്ച ചെയ്യപ്പെട്ട അവരുടെ പേര് മറ്റൊരു മണ്ഡലത്തിലൂടെ പരിഗണിക്കുന്നു എന്നുകൂടി സ്ഥാപിക്കാൻ അങ്ങനെ പല പേരുകൾ ഇപ്പോൾ തിരുവനന്തപുരം ജില്ലയിൽ ഉൾപ്പെടെ, തൃശ്ശൂർ ജില്ലയിൽ ഉൾപ്പെടെ അങ്ങനെ പേരുകൾ പ്ലേസ് ചെയ്യപ്പെട്ടിട്ടുണ്ട്. അല്ല രതീഷ്, അപ്പം ഞാൻ ഒരു കാര്യം ചോദിക്കുന്നത്, ഇപ്പോൾ UDF ജയിച്ചു കഴിഞ്ഞാൽ മുഖ്യമന്ത്രി ആരാകും എന്നൊക്കെയുള്ള നമ്മൾ പലതരത്തിലുള്ള ചർച്ചകൾ നടക്കുന്നുണ്ട്. 2-3 പേരുടെ പേരുണ്ട്. ഇപ്പോൾ പറഞ്ഞു കഴിഞ്ഞാൽ KC വേണുഗോപാൽ, VD സതീശൻ, രമേശ് ചെന്നിത്തല. അപ്പോൾ അത് ആ രീതി ഓർഡറിലായിരിക്കണം, പരിഗണനയൊന്നുമില്ല. അപ്പോൾ ഇതിനകത്ത് ഈ പട്ടിക തയ്യാറാക്കിൽ വ്യക്തി താല്പര്യമാണോ അതോ ഗ്രൂപ്പ് താല്പര്യമാണോ ഉള്ളത്? ഇതിൽ ഗ്രൂപ്പ് താല്പര്യമുണ്ട്, വ്യക്തി താല്പര്യങ്ങളുമുണ്ട്. വ്യക്തി താല്പര്യമാണ് ഗ്രൂപ്പ് താല്പര്യമായി വരുന്നത്. ഭാവിയെ കണ്ടുകൊണ്ടുള്ള ചില ഓപ്പറേഷൻസ്, ഇപ്പോൾ പാർട്ടി പ്രവർത്തനത്തിൻ്റെ ഓപ്പറേഷൻസ് തങ്ങാണെന്നുള്ള പറയുക, അത്തരം ചില ഓപ്പറേഷൻസിൻ്റെ ഭാഗമാണ് എന്ന് വേണം ഇത് കാണുമ്പോൾ മനസ്സിലാക്കാൻ. ഒരു കൂട്ടായ്മ ഇതിന് പിന്നിൽ പ്രവർത്തിച്ചിട്ടുണ്ട്. ആ കൂട്ടായ്മ വളരെ കൃത്യമായി ഞാൻ നേരത്തെ പറഞ്ഞ പോലെ താല്പര്യമില്ലാത്ത മണ്ഡലങ്ങളിൽ സ്വാഭാവികം വരുന്ന ചോയ്സുകൾ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. താല്പര്യമുള്ള സ്ഥലങ്ങളിൽ 3ഉം 4ഉം 5ഉം പേരുകൾ ഉൾക്കൊള്ളിക്കും. അതിൽ 3ഉം 4ാമത്തെയോ പേരെ ആ പേരുകൾ വരുന്നു. 2ാമത്തെ ഭാഗം ആളുകളുടെ പേരിനൊപ്പം തന്നെ മറ്റ് ചില മണ്ഡലങ്ങളിലൂടെ കാര്യത്തിലേക്ക് വരുന്നില്ല. ഇതിങ്ങനെ ദൂരെ കൂട്ടി പറയുന്നതേ ഉള്ളൂ. ഒരു പേര്, ഫോർ എക്സാമ്പിൾ A എന്നുള്ളൊരു പേരാണ് ഒരു മണ്ഡലത്തിൽ മാത്രമേ ഉയർന്നു കേട്ടിട്ടുള്ളൂ. പക്ഷെ അതൊന്ന് സജീവമാക്കാൻ വേണ്ടി 3ഓ 4ഓ മണ്ഡലങ്ങളിലേക്ക് കൂടി ആ പേര് വരികയാണ്. അതാണ് പറയുന്നത് തോന്നുന്നു. അല്ല, അതല്ല, ഇത് രതീഷ് പറയേണ്ട കാര്യം എന്താണ്? അല്ല, രതീഷ് പറയുന്നത് വെച്ചിട്ടാണെങ്കിൽ രതീഷ് ചില സൂചനകളാണ് തരുന്നത്. ആ സൂചനകൾ വെച്ചിട്ട് നമുക്ക് കോൺഗ്രസിന്റെ ഒരു ചരിത്രവും അല്ലെങ്കിൽ അതിന്റെ രീതികളും പരിശോധിച്ചു കഴിഞ്ഞാൽ ഇത്ര ആസൂത്രണത്തോടെ, ദീർഘവീക്ഷണത്തോടെ ഒരു വരാനിരിക്കുന്ന രാഷ്ട്രീയത്തെ കൂടി മുൻകൂട്ടി കണ്ടുകൊണ്ട് ചില ആസൂത്രണങ്ങൾ നടത്താൻ കെൽപ്പുണ്ടായിരുന്ന ഒരു ഗ്രൂപ്പ് മാത്രമേ കോൺഗ്രസ് ഉണ്ടായിരുന്നുള്ളൂ. അത് കേഡർ സ്വഭാവമുള്ള A ഗ്രൂപ്പാണ്. അപ്പോൾ A ഗ്രൂപ്പിലെ ചില ആൾക്കാരാണോ ഇതിന് പിന്നിലെന്നാണോ രതീഷ് ഉദ്ദേശിക്കുന്നത്? അതോ എനിക്കും തോന്നുന്നത് അങ്ങനെ തന്നെയാണ്. അതിനകത്ത് ഇത്രയും ഒരു ലക്ഷ്യത്തോടു കൂടി ഇത്ര മുൻകൂട്ടി ഇങ്ങനെ വളരെ ബുദ്ധിപരമായിട്ടൊക്കെ ചെയ്യാനാണെങ്കിൽ കേരളത്തിൽ കോൺഗ്രസിൽ A ഗ്രൂപ്പാണ് സാധാരണ ചെയ്യുക. ഇപ്പോൾ ഒരു ഗ്രൂപ്പിന് സാധ്യതയില്ലാത്തൊരു സാഹചര്യമാണ്. ഇനി അങ്ങനെ ഗ്രൂപ്പ് റിവൈവ് ചെയ്യാനുള്ള ശ്രമമാണോ എന്ന കാര്യം എനിക്ക് ഉറപ്പിച്ച് പറയാൻ കഴിയില്ല. പക്ഷേ ആനന്ദൻ ചോദിച്ച ചോദ്യം അതല്ല. A ഗ്രൂപ്പാണോ ഇത് ചെയ്തത്, A ആണോ I ആണോ ചെയ്തത്?
പഴയ രൂപത്തിലില്ലെങ്കിലും ഇപ്പോൾ പി സി വിഷ്ണുനാഥും ഷാഫിയും ഒക്കെ ആ ഗ്രൂപ്പിന്റെ ഭാഗമായി തന്നെ ഇപ്പോഴും നിലനിൽക്കുന്നുണ്ട് ഇല്ലേ? അങ്ങനെ തന്നെയല്ലേ ഇപ്പോഴും കോർഡിനേറ്റഡ് സ്വഭാവം പലയിടത്തും ഉണ്ട്. അത് പക്ഷേ ഗ്രൂപ്പ് ഗ്രൂപ്പിന്റെ പ്രധാനപ്പെട്ട നേതാവ് ഉമ്മൻചാണ്ടിയായിരുന്നു. ഉമ്മൻചാണ്ടിയുടെ എന്ന് പറയുന്ന സൂര്യനെ ചുറ്റിയായിരുന്നു ഈ ഗ്രഹങ്ങളൊക്കെ ഉണ്ടായിരുന്നത്. പക്ഷേ എനിക്ക് തോന്നുന്നു ഈ അതിനുശേഷം ചാണ്ടി ഉമ്മന്റെ ഭാഗത്ത് നിന്ന് അതിൽ നിന്നൊക്കെ പിന്നോക്കം പോയി ചാണ്ടി ഉമ്മൻ വേറൊരു ശൈലി ആയിട്ടാണ് മുന്നോട്ട് പോകുന്നത്. ഇവരുമായിട്ടൊന്നും സഹകരിച്ചിട്ടില്ലെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അപ്പം ഈ പി സി വിഷ്ണുനാഥും ഷാഫി പറമ്പിലും ഒക്കെ ചേർന്ന ഒരു ഗ്രൂപ്പ് വീണ്ടും ഫോമായി വരുന്നുണ്ട്. അവർ ശക്തമായി പാർട്ടിയുടെ നേതൃത്വത്തിലേക്ക് വരാൻ, അല്ലെങ്കിൽ ഇനിയിപ്പോൾ തെരഞ്ഞെടുപ്പ് കഴിയുമ്പോൾ വരുന്ന സെനാരിയോയെ നേരിടാനൊക്കെയുള്ള ഒരു ആസൂത്രണം ആ എ ഗ്രൂപ്പ് തലത്തിൽ നടക്കുന്നുണ്ട് എന്നൊക്കെയാണോ ഇതിൻ്റെ മനസ്സിലാക്കേണ്ടത്? അല്ല, അങ്ങനെ ഒരു ഉത്തരം നമുക്ക് പറയാൻ കഴിയില്ല. കാരണം ഗ്രൂപ്പുകൾ പല വിധത്തിലുണ്ടായിരുന്നു. ഇപ്പോൾ എ ഗ്രൂപ്പിന്റെ അവശിഷ്ട ഭാഗം എന്നൊക്കെ കരുതുന്ന തരത്തിൽ ഇപ്പോൾ ഗ്രൂപ്പുകൾക്ക് വലിയ പ്രസക്തിയില്ലെങ്കിലും ഇപ്പോൾ എ ഗ്രൂപ്പിന്റെ ഭാഗമായിരുന്ന പലരും മറ്റ് പല നേതാക്കളുമായി വലിയ അടുപ്പമുണ്ട്. നേരത്തെ അങ്ങനെയായിരുന്നു. കോർഡിനേറ്റ് സ്വഭാവത്തിൽ എ ഗ്രൂപ്പ്, ഐ ഗ്രൂപ്പ് എന്ന നിലയിലൊക്കെ ആയിരുന്നു. അതിന് മുൻപാണെങ്കിൽ 3-ാം ഗ്രൂപ്പും 4-ാം ഗ്രൂപ്പും ഉണ്ടായിരുന്നു. ഇതിന് വ്യത്യസ്തമായുള്ള ചാക്കോടെ കൂടെയുള്ള ആൾ, അങ്ങനെ പല തരത്തിലുണ്ടായിരുന്ന ഇക്വേഷൻസ് ഒക്കെ പലതായിരുന്നു. പക്ഷേ ഇപ്പോൾ വരാൻ പോകുന്ന മാറിയ കാലത്തെ രാഷ്ട്രീയത്തിന് അനുസരിച്ച് പലരും കൂട്ടായ്മയുടെ ഭാഗമായൊക്കെ നിൽക്കുന്നുണ്ടാകാം. പല ഗ്രൂപ്പുകളും പുനരുജ്ജീവിക്കാനുള്ള ശ്രമമൊക്കെ ഉണ്ടാകാം. പക്ഷേ ഈ പട്ടികയ്ക്ക് പിന്നിൽ എ ഗ്രൂപ്പാണ് എന്ന് എനിക്ക് ഉറപ്പിച്ച് അങ്ങനെ പറയാൻ കഴിയില്ല. കാരണം അതെങ്ങനെയാണ് ഞാൻ പറയണമെങ്കിൽ അങ്ങനെ കരുതാം. പക്ഷേ രതീഷ് ഉറപ്പിക്കുന്നില്ല എന്നുള്ളത്. ഉറപ്പിക്കുന്നില്ല. അനന്ത് എന്താണ് ഈ രാഷ്ട്രീയ വൃത്തങ്ങളിൽ കേൾക്കുന്ന വാർത്ത? ഞാനിപ്പോൾ ഇതിനകത്ത് ഇപ്പം നമ്മൾ 2-3 ദിവസമായിട്ട് കാര്യങ്ങൾ ചർച്ച ചെയ്യുന്നുണ്ട്. അപ്പോൾ അതിനകത്ത് BJP ഇപ്രാവശ്യം തെരഞ്ഞെടുപ്പിൽ ഒരു സജീവ സാന്നിധ്യമായി മാറുമെന്നുള്ള കാര്യം ഉറപ്പാണ്. കാരണം തദ്ദേശ തെരഞ്ഞെടുപ്പും അവരിപ്പോൾ ക്യാപിറ്റൽ സിറ്റി, തിരുവനന്തപുരം കോർപ്പറേഷൻ തലസ്ഥാന നഗരം ഭരിക്കുന്ന ഒരു പാർട്ടിയായി മാറിക്കഴിഞ്ഞു. അപ്പോൾ മാത്രമല്ല, ഇപ്പോൾ ഏറ്റവും പുതിയതായി അതിനകത്തൊരു ഡെവലപ്മെന്റ് വന്നത് ദേശീയ അധ്യക്ഷൻ നിതിൻ നബീൻ കേരളത്തിലേക്ക് വന്നു എന്നുള്ളതാണ്. അദ്ദേഹം ദേശീയ അധ്യക്ഷനായ ശേഷം വരാനിരിക്കുന്ന തെരഞ്ഞെടുപ്പിൽ ബംഗാൾ നടക്കുന്നുണ്ട്, തമിഴ്നാട് നടക്കുന്നുണ്ട്, കേരളം നടക്കുന്നുണ്ട്. അപ്പോൾ ഇതിനകത്ത് അദ്ദേഹം ഒരു സ്റ്റേറ്റ് തിരഞ്ഞെടുത്തത് കേരളമാണ് ആദ്യ സന്ദർശനത്തിന്. അപ്പോൾ അതിനകത്ത് അവർ കേരളം ഒരു പ്രധാനപ്പെട്ട സ്ഥലമാണ്. എനിക്ക് തോന്നുന്നു തമിഴ്നാടിനെക്കാട്ടിയും കൂടുതൽ പ്രാധാന്യം കേരളത്തിന് ഈ തെരഞ്ഞെടുപ്പിൽ നൽകാൻ, ബംഗാൾ കഴിഞ്ഞാൽ തമിഴ്നാടിനെക്കാട്ടിയും പ്രാധാന്യം കേരളത്തിന് നൽകാനുള്ള ഒരു നീക്കമാണെന്ന് തോന്നുന്നു. കാരണം ഇന്നലെ വന്നു ഒരു പ്രത്യേകിച്ച് എന്തെങ്കിലും തീരുമാനങ്ങളൊന്നും എടുത്തിട്ടില്ലെങ്കിലും ഈ നേതാക്കളെയൊക്കെ വിളിച്ചുകൂട്ടി കുറച്ച് എനർജി നൽകിയിട്ടുണ്ടെന്നുള്ളതാണ്. പിന്നെ മറ്റൊരു കാര്യം എന്ന് പറഞ്ഞാൽ ഇതുവരെയും ആരൊക്കെയാണ് സ്ഥാനാർത്ഥിയായി മത്സരിക്കാൻ പോകുന്നതെന്ന് സംബന്ധിച്ചൊരു കൃത്യമായ ചിത്രം BJP സംബന്ധിച്ച് വന്നിട്ടില്ല. പക്ഷേ ഒരുപാട് ചർച്ചകളൊക്കെ നടക്കുന്നുണ്ട്. അപ്പോൾ ആ ചർച്ചകൾക്കൊക്കെ ഒരു തുടക്കം ഇന്നലത്തെ ദേശീയ അധ്യക്ഷൻ്റെ വരവോടുകൂടി അത് വേറൊരു തലത്തിലേക്ക് മാറുകയാണ്. കാരണം ഇനി ഇങ്ങനെ പറ്റില്ല എന്നാണ് അദ്ദേഹം പറഞ്ഞത്. നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് മണ്ഡലങ്ങൾ ആരൊക്കെയാണ് എന്ന് സംബന്ധിച്ചൊരു ധാരണയുണ്ടാക്കി ആ മണ്ഡലങ്ങളിൽ പോയി അടിത്തട്ടിൽ നിന്നുകൊണ്ട് പ്രവർത്തിക്കുക എന്നുള്ളതാണ്. മാത്രമല്ല, നേരത്തെ ഇപ്പം 10 സീറ്റ് 6 സീറ്റ് എന്നൊക്കെ ആയിരുന്നു എ ക്ലാസ് മണ്ഡലങ്ങൾ, അല്ലെങ്കിൽ പ്രധാനപ്പെട്ട സീറ്റുകളായിട്ട് BJP കണക്കൂട്ടുന്നത്. ഇത്തവണ ദേശീയ അധ്യക്ഷൻ ഇവർ മുന്നിൽ വെച്ചിരിക്കുന്നത് 30 സീറ്റ് നമ്മളുടെ എ ക്ലാസ് മണ്ഡലങ്ങളാണ്. അതിനകത്ത് ഏതാണ്ട് 18 സീറ്റോളം A+ ആണ് എന്നുള്ളതാണ്. അപ്പോൾ വലിയ മത്സരത്തിന് BJP കേരളത്തിൽ തയ്യാറാകുന്നു എന്നുള്ളതാണ്. ശരി. ആ മുഖം പറയുമ്പോഴും ഇപ്പോൾ രാജീവ് ചന്ദ്രശേഖർ നേമത്ത് സ്വയം സ്ഥാനാർത്ഥി നേരത്തെ പ്രഖ്യാപിച്ചതാണ്. വട്ടിയൂർക്കാവിൽ ഇല്ലെങ്കിൽ ഞാൻ മത്സരിക്കാനില്ല എന്ന് K. സുരേന്ദ്രൻ പറഞ്ഞാണ്. ഇതിനൊക്കെ സാധ്യതയുണ്ട്. അതോ പുതിയ അധ്യക്ഷൻ വരുമ്പോൾ? പക്ഷേ അത്തരം കാര്യങ്ങൾ നിലനിൽക്കുമ്പോഴും ഇപ്പോഴും അതൊന്നും തീർച്ചയില്ല. ഇപ്പോൾ രാജീവ് ചന്ദ്രശേഖർ നേമത്ത് മത്സരിക്കുമെന്ന് അദ്ദേഹം ഒരു ഇന്റർവ്യൂവിലാണ് പറഞ്ഞത്. പക്ഷേ ഇപ്പോഴും വാർത്താ സമ്മേളനത്തിലും പറഞ്ഞു. പക്ഷേ ഇപ്പോഴും പാർട്ടി നേതൃത്വത്തോടോ ഈ പാർട്ടിയുടെ ബാക്കി കാര്യങ്ങളൊക്കെ, അല്ലെങ്കിൽ പിന്നിൽ നിന്നുകൊണ്ട് കാര്യങ്ങൾ നിയന്ത്രിക്കുന്ന RSSനോടോ ചോദിച്ചു കഴിഞ്ഞാൽ നേമത്ത് അങ്ങനെ ഒരു തീരുമാനത്തിലേക്ക് എത്തിയിട്ടില്ല എന്നാണ് പറയുന്നത്. മാത്രമല്ല അദ്ദേഹത്തിന്റെ താല്പര്യം അങ്ങനെ പ്രകടിപ്പിക്കുന്ന ഒരു പതിവ് BJPയിൽ ഉണ്ടായിരുന്നില്ല. അപ്പം കുമ്മൻ രാജശേഖരന്റെ പേര് ഇപ്പോഴും നേമത്ത് പറയുന്നുണ്ട്. ശോഭാ സുരേന്ദ്രനെ നേമത്ത് മത്സരിപ്പിക്കണമെന്ന് പറയുന്നവരുമുണ്ട്. ഇതിനകത്ത് എനിക്ക് തോന്നുന്നത് ഇതുവരെയുള്ള രാഷ്ട്രീയ ചർച്ചകളൊക്കെ നോക്കുമ്പോൾ BJPക്കകത്ത് ഒരൊറ്റ സീറ്റ് മാത്രമേ ഉറപ്പായിട്ട് നമുക്ക് പറയാൻ കഴിയൂ ആര് മത്സരിക്കുന്നത്. അത് കഴക്കൂട്ടത്ത് വി മുരളീധരൻ. അതിനപ്പുറം നേരത്തെ മുതലേ വി മുരളീധരൻ അവിടെ സജീവമായിട്ട് നിൽക്കുന്നുണ്ട്. മാത്രമല്ല, അദ്ദേഹം ആറ്റിങ്ങൽ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ മത്സരിച്ചു. ആ സമയത്തുണ്ടാക്കിയ അതേ സംവിധാനങ്ങൾ ഇപ്പോഴും കഴക്കൂട്ട മണ്ഡലം ലക്ഷ്യമാക്കിയിട്ട് പ്രവർത്തിക്കുകയും ചെയ്യുന്നുണ്ട്. ഇപ്പോൾ BJPയുടെ കാര്യം പറഞ്ഞപ്പോൾ കഴിഞ്ഞ തവണ ഈ മത്സരത്തിൽ നോക്കും BJPയുടെ മുഖ്യമന്ത്രി സ്ഥാനാർത്ഥിയായിരിക്കുമെന്ന് പറഞ്ഞ ഈ ശ്രീധരൻ ഓഫീസൊക്കെ ഈ അതിവേഗ റെയിലുമായി ബന്ധപ്പെട്ട് മലപ്പുറത്ത് പൊന്നാനി തുറന്നു. ഇന്നെന്തായാലും ജീവനക്കാരില്ല, അതുകൊണ്ട് അത് പൂട്ടാൻ പോവുകയാണെന്ന്. അപ്പം അതൊരു അങ്ങനത്തെ കുറേ കാര്യങ്ങളുണ്ട്. കഴിഞ്ഞ തവണ മുഖ്യമന്ത്രി സ്ഥാനാർത്ഥിയാകും ഞാനാണ് എന്നൊക്കെ രീതിയിൽ വന്നാൽ ഇപ്പം അതിവേഗ റെയിലിനെ പറ്റി കഴിഞ്ഞ ദിവസം അശ്വിനി വൈഷ്ണവനോട് ചോദിച്ചു, ഈ ശ്രീധരനെ കേന്ദ്ര സർക്കാർ ചുമതലപ്പെടുത്തിയോ? മറുപടിയില്ല. പിന്തുണയ്ക്കും, പുറത്തുനിന്ന് പിന്തുണയ്ക്കും. ഒരു പൊളിറ്റിക്കൽ ഡിസിഷൻ എന്ന പോലെയാണ്. DMRCയോട് ചോദിക്കും ഈ ശ്രീധരനെ ചുമതലപ്പെടുത്തിയോ? ഒരു ഉത്തരവില്ല. ഇതൊക്കെ ചർച്ചയാകില്ലേ? ഇപ്പോൾ ഈ ശ്രീധരൻ ആരോട് ചോദിച്ചിട്ടാണ് ഓഫീസ് തുറന്നത്? അവിടെ ജീവനക്കാർക്ക് ആര് ശമ്പളം കൊടുക്കും? ഈ ഓഫീസിന് ചെലവ് ആര് വഹിക്കും? കേന്ദ്ര സർക്കാരാണോ DMRC ആണോ? ഈ ശ്രീധരൻ സ്വയം നൽകും? ഇതൊക്കെ ഒരു
പ്രശ്നമല്ലേ? ഈ ശ്രീധരൻ കഴിഞ്ഞ പ്രാവശ്യം മത്സരിക്കുമ്പോൾ തന്നെ ഒരു മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക്, മുഖ്യമന്ത്രിയുടെ ഓഫീസ് വരെ അല്ലെങ്കിൽ ആ രീതിയിൽ അവതരിപ്പിക്കപ്പെട്ട ഒരാളാണ്. അപ്പോൾ പക്ഷേ ഇത്തവണ തെരഞ്ഞെടുപ്പിൽ ഈ ശ്രീധരൻ ഒരു മത്സര രംഗത്തേക്ക് വരാനുള്ള സാധ്യതയോ അതല്ലെങ്കിൽ ഈ ശ്രീധരനെ മുന്നിൽ നിർത്തി BJP ഒരു തെരഞ്ഞെടുപ്പിനെ നേരിടാനോ ഒന്നും തയ്യാറാവുമെന്ന് തോന്നുന്നില്ല. ഇപ്പോൾ പാലക്കാട് ഇപ്പോഴും ചർച്ച, അവിടുത്തെ സ്ഥാനാർത്ഥി ആര്, ഒരു സർപ്രൈസ് സ്ഥാനാർത്ഥി ഉണ്ടാകും. കാരണം ഉണ്ണിമുകുന്ദന്റെ പേര് കേൾക്കുന്നു. പക്ഷേ ഇതുവരെ വന്ന പേരുകളിലൊന്നും ഈ ശ്രീധരൻ ഇല്ല. അവിടെ ഇപ്പോൾ സുരേന്ദ്രന്റെ പേര് കേൾക്കുന്നുണ്ട്. പദ്ധതികളൊന്നും ലഭിച്ചില്ല. പിന്നെ തിരുവനന്തപുരത്ത് പ്രധാനമന്ത്രി വന്നപ്പോൾ പ്രധാനപ്പെട്ട പ്രഖ്യാപനമൊന്നും ഉണ്ടായില്ല എന്നൊക്കെ ആക്ഷേപങ്ങളുണ്ടല്ലോ. അപ്പോൾ അതിന് പരിഹാരം എന്ന നിലയിൽ ഈ റെയിൽ പദ്ധതി അവതരിപ്പിച്ചതാണ്. അപ്പോൾ സ്വാഭാവികമായിട്ട് അതൊരു രാഷ്ട്രീയമായിട്ടുള്ള തീരുമാനം കൂടി എൻ്റെ പിന്നിലുണ്ട് എന്നാണ് എനിക്ക് തോന്നുന്നത്. പക്ഷെ അല്ല, രാഷ്ട്രീയമാന്ന് പറയുമ്പോഴും കേന്ദ്ര സർക്കാർ പറയുന്നില്ല ഞങ്ങൾ അപ്രൂവ് ചെയ്തിട്ടുണ്ടോ. ഇല്ല, അപ്രൂവ് ചെയ്തിട്ടില്ലല്ലോ. അങ്ങനൊരു അല്ല, അപ്പൊ എന്തുകൊണ്ട് ഒരു മുഖ്യമന്ത്രിയായിട്ട് മുന്നോട്ട് വെച്ചിരുന്ന ആളെ ഇത്തവണ എങ്ങനെ ഓഫീസ് തുറന്നു? എന്തൊരു ഓഫീസ് തുറന്നു? ജീവനക്കാർക്ക് എങ്ങനെയാണ് നിങ്ങൾ ജീവനക്കാരെ നിയമിക്കുക? ആരാണ് ഇതിന് പണം കൊടുക്കുക? അങ്ങനത്തെ ഒരു ചോദ്യം ഞാൻ ചോദിച്ചത്. തീർച്ചയായിട്ടും അതിന് ഇപ്പം BJP നേതൃത്വം ഇതുവരെ അതിനൊരു മറുപടി പറഞ്ഞിട്ടില്ല. ആര്യ, ഇന്നെന്താണ് വാർത്ത ആര്യയ്ക്ക് പറയാനുള്ളത്? നമ്മൾ ഈ കഴിഞ്ഞ ദിവസം കൊച്ചി കളമശ്ശേരി സീറ്റ്, ലീഗ് കളമശ്ശേരി സീറ്റ് വിട്ടുകൊടുക്കാൻ താല്പര്യപ്പെടുന്നില്ല എന്നുള്ളൊരു രീതിയിലേക്ക്. അപ്പം കളമശ്ശേരിയിൽ കാരണം ഷിയാസിനെ മത്സരിപ്പിക്കാൻ VD സതീശന് വലിയ താല്പര്യമുണ്ട് കളമശ്ശേരിയിൽ. അങ്ങനെയാണെങ്കിൽ P രാജീവിനെതിരെ ടഫ് ഫൈറ്റ് വേണമെങ്കിൽ തോൽപ്പിക്കാമെന്ന നിലയിൽ ഷിയാസ് പ്രവർത്തിക്കും, അങ്ങനെയായിരുന്നു കേട്ടത്. പക്ഷേ കളമശ്ശേരി സീറ്റ് ലീഗ് വിട്ടുകൊടുക്കാൻ തയ്യാറല്ല. അങ്ങനെയാണെങ്കിൽ ലീഗിന് വേണ്ടി ആര് മത്സരിക്കും എന്നുള്ളൊരു ചോദ്യമുണ്ട്. ഒരു സർപ്രൈസ് കാൻഡിഡേറ്റ് ആയിട്ട് എനിക്ക് പറയാനുള്ളത് ഒരു പക്ഷേ ഹാരിസ് ബീരാൻ, രാജ്യസഭാ MP ആണ്. ഹാരിസ് ബീരാന്റെ പേര് ലീഗ് ആലോചിക്കുന്നുണ്ട്. പ്രാഥമിക ഘട്ടത്തിൽ ചർച്ച നടക്കും. ശരിയാണ്, കുറച്ചു കാലം മുൻപാണ് രാജ്യസഭയിലേക്ക് MP ആയി പോയത്. 2030 വരെ കാലയളവുണ്ട്. പക്ഷേ കേരളത്തിന് വേണ്ടി സുപ്രീം കോടതിയിൽ നിന്നൊക്കെ സുപ്രധാന വിധികൾ നേടിത്തന്ന ആളാണ്. കൊച്ചിയാണ് ബേസ്. കൊച്ചി കേന്ദ്രീകരിച്ചാണ് വീടും കുടുംബവും ഫാമിലിയും ഒക്കെ ഉള്ളത്. ഇതിനു മുൻപ് മുൻ MLA VK ഇബ്രാഹിം കുഞ്ഞിന്റെ സഹോദരന്റെ മകനാണ്. എന്തുകൊണ്ടും ഹാരിസ് ബീരാൻ പിക്ചറിലേക്ക് വന്നാൽ ഇത് പ്രാഥമികഘട്ട ചർച്ച മാത്രമാണ്. P രാജീവിനെതിരെ വേണമെങ്കിൽ ഒരു ടഫ് ഫൈറ്റ്, ഒരു സർപ്രൈസ് കാൻഡിഡേറ്റ് ആണ് വേണമെങ്കിൽ ഹാരിസ് ബീരാൻ വരാം. കഴിഞ്ഞ പ്രാവശ്യം മത്സരിച്ച ആള് തന്നെ സജീവമായിട്ട് അവിടെ ഉണ്ട്. അതുകൊണ്ട് ഇനി മറ്റൊരു സ്ഥാനാർത്ഥിയിലേക്ക് പോകും. അതിപ്പോ അവിടെ മുസ്ലിം ലീഗിന്റെ മറ്റ് കേരളത്തിൽ ഈ ഇത്തരത്തിലുള്ള നിയമപരമായ കാര്യങ്ങളൊക്കെ കോർഡിനേറ്റ് ചെയ്യുന്ന മുഹമ്മദ് ഷായുടെ പേരും സജീവമായി പറഞ്ഞു കേട്ടിരുന്നു. പക്ഷേ കഴിഞ്ഞ പ്രാവശ്യത്തെ സ്ഥാനാർത്ഥി തന്നെ ഗഫൂർ മത്സരിക്കും എന്നുള്ളതാണ് ഏറ്റവും അവസാനം പറഞ്ഞു കേൾക്കുന്നത്. ഇബ്രാഹിം കുഞ്ഞിന്റെ മകൻ അല്ല, പക്ഷേ ഇത് ഇങ്ങനെ ഒരു പ്രാഥമികഘട്ട ചർച്ച നടത്തിയിട്ടുണ്ട്. എനിക്ക് തോന്നുന്നു P രാജ് കളമശ്ശേരി തിരിച്ചു പിടിക്കാവുന്ന സീറ്റാണ്. UDFനെ സംബന്ധിച്ച് 14 എറണാകുളത്ത് നിന്ന് കിട്ടുക എന്നുള്ളതാണ് അവരുടെ പ്രതീക്ഷ. അപ്പൊ കളമശ്ശേരി തിരിച്ചു പിടിക്കാം എന്ന് പറയുമ്പോഴും കഴിഞ്ഞ പ്രാവശ്യം P രാജീവ് ഒരു കളമശ്ശേരി മത്സരിക്കുമ്പോൾ വലിയൊരു റിസ്ക് ആണ് എടുത്തത്. പക്ഷേ അത് കഴിഞ്ഞ പ്രാവശ്യം മൊത്തത്തിൽ LDFന് അനുകൂലമായ ഒരു ട്രെൻഡ് ഉണ്ടായിരുന്നു. ആ ട്രെൻഡും സഹായിച്ചിട്ടുണ്ടാവും. പക്ഷെ ഒരു ജനപ്രതിനിധി ഒരു മണ്ഡലത്തിൽ ഇടപെട്ട് നടത്തിയ പ്രവർത്തനങ്ങളുടെ പേരിലാണെങ്കിൽ രാജീവിനെ തോൽപ്പിക്കുക എന്ന് പറയുന്നത് വലിയ പാടായിരിക്കും എന്നാണ് എനിക്ക് തോന്നുന്നത്. അത് തദ്ദേശ തെരഞ്ഞെടുപ്പിൽ എനിക്ക് തോന്നുന്നു തദ്ദേശ തെരഞ്ഞെടുപ്പിലെ പിക്ചറിന് ശേഷമായിരിക്കും. ഇപ്പം അതിൽ വേറെ പ്രധാനപ്പെട്ട കാര്യം, കാരണം കോൺഗ്രസ് ആവർത്തിച്ച് VD സതീശൻ നേരിട്ട് ആവശ്യപ്പെട്ടതാണ് കോൺഗ്രസ് ആ സീറ്റ് ഏറ്റെടുക്കാം. കാരണം ഷിയാസിനെ മത്സരിപ്പിക്കണം, അത് ഒരു പോയിന്റ്. അത് ഷിയാസിന് വേറെ എവിടെ സീറ്റ് കൊടുക്കും എന്നുള്ളൊരു കാര്യം കൂടിയുണ്ട്. ഷിയാസിനെ മത്സരിപ്പിക്കാൻ കളമശ്ശേരി P രാജീവിനെ തോൽപ്പിക്കാം. P രാജീവ് ഏറ്റവും വലിയ, അപ്പം പിണറായി കഴിഞ്ഞാൽ രണ്ടാം നിരയിൽ ഏറ്റവും മുന്നിട്ട് നിൽക്കുന്ന പെർഫോമിംഗ് മിനിസ്റ്ററാണ്. തോൽപ്പിച്ചതൊരു വലിയ അച്ചീവ്മെന്റ് ആണ്. അപ്പം ആ സീറ്റ് വിട്ടുകൊടുക്കുന്നില്ല ലീഗ്. അപ്പോൾ ലീഗിന് അതിന് പകരം കാണിക്കുന്ന അല്ലെങ്കിൽ മുന്നിൽ നിർത്തുന്ന ഫീൽഡ് ചെയ്യുന്ന കാൻഡിഡേറ്റ് കുറച്ചുകൂടി സ്റ്റേജിലുള്ള ആളായി. അങ്ങനെയാണെന്ന് തോന്നുന്നു ഹാരിസ് ബീരാനിലേക്ക് എത്തിയത്. ഹാരിസ് ബീരാൻ, പക്ഷേ എനിക്ക് പ്രമേഷ് എന്താ തോന്നുന്നു, ഹാരിസ് ബീരാൻ രാജ്യസഭയിൽ അത്തരം വാർത്തകൾ വരുന്നുണ്ട് എന്നുള്ളത് പിന്നെ ശരിയാണ്. പക്ഷേ എനിക്ക് തോന്നുന്നത് അവർ പൊളിറ്റിക്കലായിട്ട് മറ്റേ സ്ഥാനാർത്ഥികൾ തന്നെ അവിടെ വരും. കാരണം അവർ ഒരിക്കൽ കൊച്ചിയുമായിട്ട് ആ സീറ്റ് വെച്ചുമാറാനൊക്കെ ആലോചിച്ചിരുന്നു. അത് കോൺഗ്രസിന് താല്പര്യമുള്ള ഒരു വെച്ചുമാറ്റം ആയിരുന്നു. പക്ഷേ അതിന് വഴങ്ങാതെ ലീഗ് ആ സീറ്റ് മത്സരിക്കാൻ താല്പര്യം പ്രകടിപ്പിക്കുന്നുണ്ടെങ്കിൽ സ്വാഭാവികമായിട്ട് അവർ അവരുടെ ഒരു പൊളിറ്റിക്കലായിട്ടുള്ള നേതാവിനെ തന്നെ ഇപ്പൊ ഇദ്ദേഹത്തെ രാജ്യസഭയിൽ നിന്ന് കൊണ്ടുവരേണ്ട കാര്യമില്ലല്ലോ. അവിടെ മറ്റു നേതാക്കൾ കുറച്ചും കൂടി സ്റ്റേറ്റ് ലീഡേഴ്സുമായിട്ടൊക്കെ വളരെ അടുത്തിടപഴകുന്ന ആളാണ്. മാത്രമല്ല ആദ്യഘട്ടങ്ങളിൽ അദ്ദേഹം ഈ ഒരു നിരീക്ഷകൻ എന്നൊക്കെയുള്ള രീതിയിൽ സജീവമായി ചർച്ച, അത് പിന്നീട് അദ്ദേഹം മാറി ലീഗ് എന്നുള്ള രീതിയിലേക്ക് തന്നെ വന്നു. എപ്പോഴും ലീഗ് നേതാക്കൾ പ്രധാനപ്പെട്ട കാര്യങ്ങളിൽ പ്രതികരണങ്ങൾ നൽകിക്കൊണ്ട് സജീവമായിട്ട് നിൽക്കുകയും ചെയ്യുന്നു. ലീഗിന്റെ കാര്യം പറഞ്ഞതുകൊണ്ടാണ്
ഞാൻ ലീഗിൻ്റെ ഉപമുഖ്യമന്ത്രി സ്ഥാനത്തെക്കുറിച്ച് വലിയ ചർച്ച നടക്കുന്നുണ്ട് ഇപ്പോൾ. ഞാൻ അതിലേക്ക് വരുന്നതിന് മുമ്പായിട്ട് ഇന്നലെ പറഞ്ഞ നമ്മളിപ്പോൾ നടത്തുന്ന ചർച്ചകൾ പലതും ഇപ്പോൾ ഏത് രാഷ്ട്രീയ പാർട്ടി ആയാലും ശരി അവർ വളരെ സീരിയസ് ആയി ശ്രദ്ധിക്കുന്നുണ്ട് എന്നുള്ളതിൻ്റെ ഒരു ഉദാഹരണമാണ്. അപ്പോൾ ഇന്നലെ തിരുവനന്തപുരം സെൻട്രലിൽ കെ മുരളീധരന് മത്സരിക്കാൻ മറ്റ് സീറ്റുകളൊന്നുമില്ല. തിരുവനന്തപുരം സെൻട്രലാണ് അദ്ദേഹത്തിന് താല്പര്യപ്പെട്ട എന്നാണ് അദ്ദേഹവുമായി ബന്ധപ്പെട്ടുള്ള കേന്ദ്രങ്ങൾ നൽകുന്ന സൂചന. പക്ഷേ അത് നമ്മൾ ഇന്നലെ ഇവിടെ ഞാൻ തന്നെ അത് സൂചിപ്പിക്കുകയുണ്ടായി. അപ്പോൾ കഴിഞ്ഞ തവണ അവിടെ പരാജയപ്പെടുകയും നേരത്തെ അവിടെ വിജയിക്കുകയും ചെയ്ത ശ്രീ VS ശിവകുമാർ മുൻ മന്ത്രി, അദ്ദേഹവുമായി ബന്ധപ്പെട്ടുള്ള കേന്ദ്രങ്ങൾ ഇന്നലെ നമ്മുടെ ഈ ചർച്ച ശ്രദ്ധിച്ചിട്ട് അവർ അഭിപ്രായപ്പെടുന്നത് ആ സീറ്റ് VS ശിവകുമാർ മത്സരിക്കുമെങ്കിൽ കെ മുരളീധരന് വേണമെങ്കിൽ എവിടെ വേണമെങ്കിലും മത്സരിക്കാം. പക്ഷെ അദ്ദേഹം പരാജയപ്പെട്ടതിന് ശേഷം കഴിഞ്ഞ 5 വർഷവും ഒരു MLA പോലെ തന്നെ വളരെ പരിചരിച്ച ഒരു മണ്ഡലമാണ് തിരുവനന്തപുരം സെൻട്രൽ. പിന്നെ ഇപ്പോഴത്തെ മാറിയ സാഹചര്യത്തിൽ ആന്റണി രാജു മത്സരിക്കുന്നില്ല. തദ്ദേശ ഭരണ തെരഞ്ഞെടുപ്പിൽ UDF-ന് അവിടെ ഭൂരിപക്ഷമുണ്ട്. UDF-ന് ഇപ്പോഴത്തെ അവസ്ഥയിൽ വളരെ സേഫായ ഒരു മണ്ഡലമാണ്. അപ്പോൾ കെ മുരളീധരൻ എന്തുകൊണ്ട് ഈ മണ്ഡലം തന്നെ ശ്രദ്ധിക്കുന്നു, അപ്പുറത്ത് വട്ടിയൂർക്കാവ് മത്സരിച്ചുകൂടാ എന്നൊക്കെ ശിവകുമാറിന്റെ അദ്ദേഹത്തിനുമായി ബന്ധപ്പെട്ടുള്ള ചില പ്രവർത്തകരൊക്കെ ചൂണ്ടിക്കാണിക്കുന്നുണ്ട്. ജയിക്കാൻ കഴിയുന്ന എന്ന നിലയിൽ പ്രധാനപ്പെട്ട നേതാക്കളെല്ലാം തിരുവനന്തപുരത്തെ കാണുന്നുണ്ട്. ഇപ്പോൾ VS ശിവകുമാർ അവിടെ വിജയിച്ചു, പരാജയപ്പെട്ടു. അദ്ദേഹം ആ മണ്ഡലം നോക്കുന്നു. KS ശബരിനാഥൻ കഴിഞ്ഞ കുറേ കാലമായി ആ മണ്ഡലം ഫോക്കസ് ചെയ്യുന്നുണ്ട്. കെ മുരളീധരൻ ആ മണ്ഡലം ഫോക്കസ് ചെയ്യുന്നുണ്ട്. പിന്നെ യുവനിരയിൽ ഒരു പറ്റം ആളുകൾ ഇപ്പോൾ വിനോദ് യേശുദാസ് തുടങ്ങി യൂത്ത് കോൺഗ്രസുമായി ബന്ധപ്പെട്ട് അങ്ങനെ പലവിധ പേരുകൾ. അങ്ങനെ തിരുവനന്തപുരമാണ് ഏറ്റവും. പിന്നെ CP ജോൺ, CMP നേതാവ് CP ജോൺ, അദ്ദേഹം ആ മണ്ഡലത്തിൽ വലിയ താല്പര്യം നേരത്തെ തന്നെ കോൺഗ്രസ് നേതൃത്വത്തെ അറിയിച്ചിരുന്നതാണ്. CP ജോണിനെ എവിടെയെങ്കിലും മത്സരിപ്പിക്കണം, ഇത്തവണെങ്കിലും ഒന്ന് ജയിപ്പിച്ചെടുക്കണം എന്നൊരു സെന്റിമെന്റൽ സാധനം താല്പര്യമുണ്ട്. അദ്ദേഹം തിരുവമ്പാടിയിലേക്ക് പോകുന്നു എന്നുള്ളതാണ് ഏറ്റവും അവസാനത്തെ. ആ പോയിന്റിലേക്കാണ് ഞാൻ വരുന്നത്. ഇപ്പോൾ 27 സീറ്റുകളിൽ, നേരത്തെ ലീഗിന്റെ കാര്യമാണല്ലോ സംശയം, 27 സീറ്റുകളിലാണ് ലീഗ് മത്സരിക്കുക. 27 സീറ്റിലും മത്സരിക്കും. കൂടുതൽ ആവശ്യപ്പെട്ടെങ്കിൽ കൊടുക്കുമായിരുന്നു. പക്ഷേ ലീഗ് മാന്യതയുള്ള പാർട്ടിയാണ്. കൂടുതൽ ആവശ്യപ്പെട്ടത് ഇന്നലത്തെ VD സതീശന്റെ പ്രതികരണമാണ്. ഡോക്ടർ MK മുനീർ മത്സരിക്കുന്നുണ്ടോ? മത്സരിക്കുകയാണെങ്കിൽ കോഴിക്കോട്ടോ അതോ മലപ്പുറം ജില്ലയിലോ? 2011 തെരഞ്ഞെടുപ്പിൽ അന്ന് VS അച്യുതാനന്ദൻ കാസർഗോഡ് നിന്ന് പ്രചരണം തുടങ്ങുമ്പോൾ തന്നെ ഇവിടെ വരാൻ പോകുന്നത് കൂ ഭരണമായിരിക്കും എന്നാണ്. കുഞ്ഞാലിക്കുട്ടി, കുഞ്ഞുമാണി, കുഞ്ഞുകുഞ്ഞ് ഭരണമാണ് നടക്കാൻ പോകുന്നത് എന്നുള്ള രീതിയിൽ വലിയ രീതിയിലുള്ള പ്രചരണം നടക്കുകയും അത് വലിയ രീതിയിൽ ഭൂരിപക്ഷ വോട്ടുകളുടെ ഏകീകരണം ഇടതുപക്ഷത്തിന് അനുകൂലമാക്കി ഉണ്ടാകുന്നതിന് സഹായിക്കുകയും ചെയ്തിട്ടുണ്ട്. ഈ മുന്നണി രാഷ്ട്രീയത്തിൽ ഭരണം വന്നതിന് ശേഷം തിരുവനന്തപുരം, കൊല്ലം ജില്ലകളിൽ ഏറ്റവും കൂടുതൽ സീറ്റ് നേടുന്നവരാണ് ഭരണം നേടുക എന്ന് പറയുന്ന ഒരു രീതിയായിരുന്നു. അത് അട്ടിമറിക്കപ്പെട്ടത് 2011-ലാണ്. 2011-ൽ ഇടതുപക്ഷം LDF ഈ 2 ജില്ലകളിലും കൂടുതൽ സീറ്റുകൾ നേടുകയും പക്ഷേ 2 സീറ്റുകളുടെ വ്യത്യാസത്തിൽ UDF ഭരണം നേടുകയും ചെയ്തു. ശരിയാണ്. അങ്ങനെ ഒരു രാഷ്ട്രീയ സാഹചര്യം കൂടി ഉണ്ട്. അത് മാത്രമല്ല, ഈ 5ാം മന്ത്രിസ്ഥാനം അവർക്ക് ശരിക്കും തിരിച്ചടിയായല്ലോ. UDF-നും പ്രത്യേകിച്ച് ലീഗിനും ഒക്കെ തന്നെ തിരിച്ചടിയായതുകൊണ്ട് നേരത്തെ ആനന്ദം പറഞ്ഞതുപോലെ വളരെ കരുതലോടുകയാണ് ഈ ഉപമുഖ്യമന്ത്രി സ്ഥാനവും കൂടുതൽ സീറ്റും ഒക്കെയുള്ള ആ ആവശ്യങ്ങളോട് ലീഗ് പ്രതികരിക്കുന്നത്. ഞാനൊരു അക്കാഡമിക് ഇൻട്രസ്റ്റിൽ പറഞ്ഞതാണ് എന്തുകൊണ്ട് കേരളത്തിൽ വീണ്ടും നമുക്ക് 3 ഉപമുഖ്യമന്ത്രിമാരുണ്ടായിരുന്നു. മുൻ ഉപമുഖ്യമന്ത്രിമാർ. R ശങ്കറിൻ്റെ ഉപമുഖ്യമന്ത്രിയായിരുന്നു അദ്ദേഹം. പട്ടം താണുള്ള സർക്കാരിൽ, വിമോചന സമര അനന്തര കാലത്തെ സർക്കാരിൽ R ശങ്കർ ഉപമുഖ്യമന്ത്രിയായിരുന്നു. പിന്നെ CH ഉപമുഖ്യമന്ത്രിയായിരുന്നു. നമ്മുടെ ഔക്കാദർ PK അബ്ദുറബിന്റെ പിതാവ്. അങ്ങനെ ലീഗിന് 2 ഉപമുഖ്യമന്ത്രിമാർ നേരത്തെ ഉണ്ടായിരുന്നു ചരിത്രത്തിൽ. അപ്പൊ എന്തുകൊണ്ട് ഒരു ഉപമുഖ്യമന്ത്രി സ്ഥാനത്തിന് സാധ്യത ഇപ്പോൾ അവർ ചർച്ചയാക്കുന്നില്ലെങ്കിലും ലീഗിന് ഈ 27 സീറ്റിൽ മത്സരിക്കുന്ന ഒരു 20 സീറ്റ് ലഭിച്ചു, അല്ലെങ്കിൽ 20-ലധികം സീറ്റ് ലഭിച്ചു. പിന്നെ UDF-ന് അധികാരം കിട്ടിക്കഴിഞ്ഞാൽ അവർ അങ്ങനെ ഒരു ആവശ്യം. ഇപ്പോഴത്തെ സാഹചര്യത്തിൽ ഉപമുഖ്യമന്ത്രി സ്ഥാനം 1 അല്ല 2 ലീഗിന് കൊടുക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാലും എന്റെ പൊന്നെ ഞങ്ങൾക്ക് വേണ്ട എന്ന് മാത്രമേ പറയുള്ളൂ. കാരണം മലപ്പുറം ജില്ലാ പഞ്ചായത്തിൽ അവിടുത്തെ പ്രസിഡന്റ് അല്ലെ, വനിതാ പ്രസിഡന്റ്, അത് പഴയ ലീഗ് നേതാവിന്. പക്ഷേ സാധാരണ നിലയിൽ വരുന്ന ഒരു ഫോർമാറ്റ് അല്ല. പലയിടത്തും ലീഗ് അക്കാര്യത്തിൽ ഒരു ബാലൻസിങ് ശ്രദ്ധിക്കുന്നുണ്ട്. അത് എന്തുകൊണ്ടാണ്? ആ പോയിന്റാണ് ഞാൻ പറയുന്നത്. ഇപ്പോൾ ഉദാഹരണത്തിന് ലീഗിന് ഉപമുഖ്യമന്ത്രി പദത്തിന് അർഹതയുണ്ടോ? തീർച്ചയായും അർഹതയുണ്ട്. എന്താ സംശയം? ഒരു വലിയ പാർട്ടിയല്ലേ കേരളത്തിൽ? 10-25 MLA ജയിപ്പിക്കാൻ ശേഷിയുള്ള ഒരു പാർട്ടിക്ക് ഉപമുഖ്യമന്ത്രിത്തിന് എവിടെയാണ് അർഹത കുറവ്? ഇനി ഒരു കോalition ഗവൺമെന്റ് വരികയാണ് കേരളത്തിൽ, 3-4 മുന്നണികൾ ചേർന്നൊരു ഐക്യ മുന്നണി ഭാവത്തിൽ ഇപ്പോഴത്തെ ഇക്വേഷൻ മാറി വരികയാണ്. മുഖ്യമന്ത്രി പദത്തിനും അർഹതയുണ്ട്. എന്താ സംശയം? 10-25. പക്ഷേ ഞാൻ പറഞ്ഞത് ഇപ്പോൾ അക്കാര്യത്തിലുള്ള പ്രതികരണം ലീഗിന് അർഹതയുണ്ടോ എന്ന് ചോദിച്ചാൽ അതിന്റെ ഉത്തരം അർഹതയുണ്ട് എന്ന് തന്നെയാണ്. CPIക്ക് ഉപമുഖ്യമന്ത്രി പദത്തിന് അർഹതയുണ്ടോ? ഉണ്ട് എന്ന് തന്നെയാണ് അതിന്റെ ഉത്തരം. ഞാൻ പറഞ്ഞ പോയിന്റിലേക്ക് എത്തില്ല. അപ്പോൾ ഈ ചർച്ചകളുടെ അടിസ്ഥാനം എന്ന് പറയുന്നത് ലീഗ് കോൺഗ്രസ് അധികാരത്തിൽ വന്നാൽ, UDF വന്നാൽ ലീഗ് ആയിരിക്കും കാര്യങ്ങൾ നിയന്ത്രിക്കുക, ആഭ്യന്തര വകുപ്പ് നിയന്ത്രിക്കുക ജമാഅത്തെ ഇസ്ലാമി, അല്ലെ ലീഗ്. ഈ ഒരു നരേഷൻ ക്രിയേഷന്റെ ഭാഗമാണ്
ഈ നടക്കുന്ന ചർച്ച. അത് അഞ്ചാം അതുകൊണ്ട് മന്ത്രി conversation വിവാദത്തിൽ നിന്ന് മാറി അഞ്ചാം മന്ത്രി വിവാദത്തിലാണ് ഈ നരേഷൻ തുടങ്ങിയത്. അതെ. ഈ ഒരു വർഗീയ ധ്രുവീകരണം കേരളത്തിലെ പൊളിറ്റിക്സിൽ ഉണ്ടായത് അഞ്ചാം മന്ത്രിയുമായി ബന്ധപ്പെട്ട ചർച്ചയിലാണ്. ആ ചർച്ചയ്ക്ക് ശേഷം തൊട്ടാണ് ലീഗിന് ഈ ഭയം ഉണ്ടാകുന്നതും. അതുകൊണ്ടാണ് ലീഗും കോൺഗ്രസ് നേതൃത്വം ഒക്കെ ഈ ഉപമുഖ്യമന്ത്രി എന്ന് പറയുന്ന ഒരു ചർച്ച വരുമ്പോഴേക്കും അതിൽ നിന്നും വഴുതി മാറി ആ ചർച്ച മാറ്റിയെടുക്കാൻ ഈ ശ്രമിക്കുന്നത്. പറയുന്ന രതീഷ് പറഞ്ഞ കാര്യം ലീഗിന്റെ കാര്യത്തിലൊക്കെ ശരിയാണ്. പക്ഷേ കാലം മാറി, നമ്മുടെ നാട് മാറി, ആളുകളുടെ മനസ്സിലിരിപ്പ് മാറി. ഈ ഒരു സാഹചര്യത്തിൽ ഈ വർഗീയത എന്ന് പറയുന്ന ഒരു പ്രശ്നം വലിയ രീതിയിൽ നമ്മുടെ രാഷ്ട്രീയത്തെയും ആളുകളുടെ മനസ്സിനെയൊക്കെ സ്വാധീനിക്കാൻ തുടങ്ങിയതിനു ശേഷം ഈ ലീഗിന് ഇതൊക്കെ അർഹതപ്പെട്ടതാണെങ്കിലും പക്ഷെ കൊടുക്കാൻ അവര് തന്നെ പിന്നോട്ട് ആവശ്യപ്പെടാനോ അവകാശപ്പെടാനോ അവര് തയ്യാറാവുന്നില്ല. അങ്ങനെ തയ്യാറായാലും കഴിയില്ല എന്നൊരു സാഹചര്യമാണ് UDF രാഷ്ട്രീയത്തിൽ ഇപ്പോൾ ഉള്ളത്. ശരി, അപ്പോൾ ഈ കമ്മ്യൂണൽ സാഹചര്യങ്ങൾ കൂടി പരിഗണിച്ച് നമ്മുടെ മാറിയ സാമൂഹ്യ സാഹചര്യം, അതാണ് കുറെ കൂടി നല്ല വാചകം, മാറിയ സാമൂഹ്യ സാഹചര്യം കൂടി പരിഗണിച്ചുകൊണ്ടായിരിക്കും ഇക്കാര്യങ്ങളിലൊക്കെയുള്ള പ്രതികരണം. ഇപ്പോൾ ഏതെങ്കിലും ഒരു മുതിർന്ന ലീഗ് നേതാവിനോട് നിങ്ങൾക്കൊരു കുറേ ചോദ്യങ്ങൾ ചോദിക്കുന്ന കൂട്ടത്തിൽ ഇപ്പോൾ ഞാൻ ചോദിക്കുകയാണ്, അല്ല ലീഗ് വലിയൊരു പാർട്ടിയാണല്ലോ, ഒരു ഉപമുഖ്യമന്ത്രി പദത്തിന് അർഹതയില്ലെന്ന് വെച്ചാൽ അദ്ദേഹം ഉണ്ടെന്ന് പറയും. അത് വേണമെന്ന അർത്ഥമല്ല, പക്ഷെ അത് വേണമെന്ന് വ്യാഖ്യാനിക്കപ്പെടുന്ന സ്ഥലത്തിലാണ് ഇപ്പോഴത്തെ പ്രചരണം വരുന്നത്. അതാണ് ഞാൻ പറഞ്ഞു പോയി. മുതിർന്ന നേതാവിന്റെ കാര്യം പറഞ്ഞപ്പോൾ ഞാൻ ഇന്നലെ പറഞ്ഞൊരു കാര്യം, ഡോക്ടർ MK മുനീർ ഈ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുമോ ഇല്ലയോ എന്നുള്ളത് അതൊരു പ്രധാനപ്പെട്ട കാര്യമാണ്. യഥാർത്ഥത്തിൽ ആരോഗ്യ പ്രശ്നങ്ങൾ കാരണം MK മുനീറിന് മത്സരിക്കാൻ അദ്ദേഹത്തിന് കഴിയുമോ എന്നുള്ള സംശയം പാർട്ടിക്ക് തന്നെയുണ്ട്. പക്ഷേ അദ്ദേഹം ഉള്ളിൻ്റെ ഉള്ളിൽ മത്സരിക്കണം എന്ന് താല്പര്യപ്പെടുകയാണ്. അത് ലീഗിനെ സംബന്ധിച്ചിടത്തോളം ഒരു പ്രശ്നമാകുമെന്നാണ് എനിക്ക് തോന്നുന്നത്. കോഴിക്കോട് സൗത്ത് എൻ്റെ മണ്ഡലമാണ്. എനിക്ക് തോന്നുന്നു MK മുനീർ ഇത്തവണ ആരോഗ്യ പ്രശ്നങ്ങൾ പറഞ്ഞാണ് കൊടുവള്ളിയിലേക്ക് പോയത്. പക്ഷേ എനിക്ക് തോന്നുന്നു തിരിച്ചു വന്നാൽ കോഴിക്കോട് സൗത്ത് MK മുനീറിനൊപ്പം നിൽക്കും ഇത്തവണ എന്നുള്ളതാണ് എനിക്ക് തോന്നുന്നത്. പോരാത്തിന് തദ്ദേശ തെരഞ്ഞെടുപ്പ് നോക്കുകയാണെങ്കിൽ കോർപ്പറേഷൻ്റെ ചിത്രമൊക്കെ നോക്കുകയാണെങ്കിൽ ലീഗിന് അനുകൂലമാണ്, UDFന് അനുകൂലമാണ്. MK മുനീർ തിരിച്ചു വന്നാൽ എനിക്ക് തോന്നുന്നു INL തന്നെയാണ് മത്സരിക്കുന്നത്, ദേവർഗോവിൽ തന്നെയാണെന്ന് തോന്നുന്നു അവർ വീണ്ടും മത്സരിക്കാൻ രംഗത്തിറങ്ങുന്നത്. അങ്ങനെയാണെങ്കിൽ MK മുനീർ ലീഗുമായി ബന്ധപ്പെട്ട പലരും പറയുന്നത് ലീഗ് ഇത്തവണ ഈ പറഞ്ഞ 3 ടേം വ്യവസ്ഥയൊന്നും കർശനമായി നടപ്പാക്കില്ല. പക്ഷേ KPA മജീദ്, മഞ്ചേരിയിലെ UA ലത്തീഫ്, MK മുനീർ തുടങ്ങിയവർ തവണ മത്സരിക്കില്ല എന്നുള്ള ഒരു നിലപാടിലാണ് അവരിപ്പോൾ. ഇനിയിപ്പോൾ ഇദ്ദേഹത്തിന് MK മുനീറിന് വ്യക്തിപരമായി മത്സരിച്ചേ മതിയാവൂ എന്നുള്ളൊരു താല്പര്യം പ്രകടിപ്പിക്കുകയാണെങ്കിൽ ഒരുപക്ഷെ ലീഗ് വഴങ്ങിയേക്കാം. അത്തരമൊരു താല്പര്യം ഉണ്ട് എന്നുള്ളതാണ് സമീപകാലത്ത് അദ്ദേഹത്തിന്റെ നിലപാടിൽ നിന്ന് മനസ്സിലാവുന്നത്. കാരണം അദ്ദേഹം ആരോഗ്യപരമായ ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടായി മാറി നിന്നപ്പോഴും പ്രധാനപ്പെട്ട വിഷയങ്ങളിൽ അദ്ദേഹത്തിന്റെ സാന്നിധ്യവും പ്രതികരണവും ഒക്കെ ആയിട്ട് സജീവമായിട്ട് വന്നിട്ടുണ്ട്. ഇന്നലെ VD സതീഷിന്റെ യാത്ര തുടങ്ങി MK മുനീറിന്റെ പ്രതികരണം വന്നു. ആക്റ്റീവ് പൊളിറ്റിക്സിലേക്ക് തിരിച്ചു വന്നിട്ടുണ്ട്. പാർട്ടി തന്നെ കരുതുന്ന അദ്ദേഹത്തിന്റെ ഇപ്പോഴത്തെ ആരോഗ്യസ്ഥിതി വെച്ച് ഇത്തരം ഒരു തെരഞ്ഞെടുപ്പ് രംഗത്തേക്ക് പ്രചരണത്തിനും മറ്റുമൊക്കെ അദ്ദേഹത്തിന് കഴിയുമോ എന്ന ഒരു സംശയമുണ്ട്, ആശങ്കയുണ്ട്. പക്ഷെ അദ്ദേഹം ഉള്ളിന്റെ ഉള്ളിൽ മത്സരിക്കണമെന്ന് താല്പര്യപ്പെടുന്നു. പക്ഷേ ഇപ്പം രമേശ് പറഞ്ഞ കാര്യമുണ്ടല്ലോ, അദ്ദേഹത്തെ മാറ്റി നിർത്താൻ. പക്ഷേ മാറ്റി നിർത്താൻ പാർട്ടി തീരുമാനിച്ചാലും MK മുനീർ മത്സരിക്കണമെന്ന് അദ്ദേഹം തീരുമാനിച്ചു കഴിഞ്ഞാൽ അത് മത്സരിപ്പിക്കുക. അതായത് പാണക്കാട് കുടുംബത്തിനാണെങ്കിലും അദ്ദേഹത്തിന്റെ പിതാവ് CH ഉള്ള ഒരു ബന്ധം, ആ ഒരു വൈകാരികമായ ബന്ധം എല്ലാവരുടെയും താല്പര്യം പരിഗണിക്കുമ്പോഴാണെങ്കിൽ MK മുനീറിന് മത്സരിക്കാൻ താല്പര്യമുണ്ടെങ്കിൽ അദ്ദേഹത്തിന് അനുവദിക്കുക എന്നുള്ളതായിരിക്കും പാണക്കാട് കുടുംബം മുസ്ലിം ലീഗ് നേതൃത്വം എടുക്കുന്ന നിലപാട്. പക്ഷേ ലീഗിലേക്ക് ഇപ്പോൾ മുൻപില്ലാത്ത തരത്തിൽ കോൺഗ്രസിൽ ഇപ്പോൾ ചില സീറ്റുകളുടെ കാര്യത്തിൽ മാത്രമേ ധാരണയാകാനുള്ളൂ എന്നതാണ് എനിക്ക് മനസ്സിലാകുന്നത്. പക്ഷേ മത്സരിക്കുക മലപ്പുറം സീറ്റിലായിരിക്കണം എന്നില്ല ചിലപ്പോൾ ഒരു പക്ഷേ. കോഴിക്കോട് സൗത്തിലേക്ക് വരണം. കോഴിക്കോട് സൗത്ത് ഇപ്പം ഏറെക്കുറെ ധാരണയുണ്ട്. ഇപ്പോൾ അനൗൺസ്മെന്റ് ഉണ്ടാകുന്നില്ല എന്നുള്ളതേ ഉള്ളൂ UDFുമായി ബന്ധപ്പെട്ട്. ലീഗിന്റെ കാര്യത്തിൽ ലീഗിന് കൃത്യമായ ഫോക്കസ് ഉണ്ട്, സ്ഥാനാർത്ഥികളുടെ കാര്യത്തിൽ വലിയ ധാരണയുണ്ട്. അവിടെ അങ്ങനെ വലിയ ഇക്വേഷൻ പ്രശ്നമൊന്നും ഉള്ളതായിട്ട് തോന്നുന്നില്ല. കോൺഗ്രസിലും അങ്ങനെയാണ്. കോൺഗ്രസിന്റെ വളരെ കുറച്ച് സീറ്റുകളിൽ മാത്രമായിരിക്കും ലീഡർഷിപ്പിനിടയിൽ ഒരു ധാരണയിലേക്ക് എത്തുക. ഏറെക്കുറെ പകുതിയിലധികം സീറ്റിലും കോൺഗ്രസിനും വലുതാണ്. ഇത് ഒരുപക്ഷെ മുൻപില്ലാത്ത ഒന്നാണ്, മുൻപില്ലാത്ത തരത്തിലൊരു ധാരണയിലേക്ക് വരുന്നത്. കാര്യം പറഞ്ഞപ്പോൾ നമ്മളിപ്പോൾ എല്ലാം സാധ്യത പേരുകളല്ലേ പറഞ്ഞ, നമുക്ക് ഈ രാഷ്ട്രീയ വൃത്തം തുടങ്ങുന്ന ദിവസം കൺഫേം ആയിട്ടുള്ള ഒരു സീറ്റ് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അത് ബേപ്പൂരാണ്. കാരണം ബേപ്പൂര് PV അൻവർ അവിടെ പോയി ഞാൻ മത്സരിക്കും റിയാസിനെതിരെ എന്ന് പറഞ്ഞു. അത് മാത്രമല്ല, ഒരു കൺഫർമേഷൻ KPCC അധ്യക്ഷന്റെ ഭാഗത്തു നിന്ന് വന്നിരുന്നു. സണ്ണി ജോസഫ് പറഞ്ഞു ബേപ്പൂർ MLA ആയി PV അൻവർ സത്യപ്രതിജ്ഞ ചെയ്തു. പക്ഷെ ഇന്നലെ VD സതീശൻ എന്താ പറഞ്ഞത്? അങ്ങനെ ഇല്ലാന്ന്. അൻവർ വന്ന് കണ്ടു ഇവിടെ
അല്ല ഇന്നലെ ജാഥ തുടങ്ങിയതിന് ശേഷമുള്ള വാർത്താ സമ്മേളനത്തിൽ വി ഡി സതീശൻ കൃത്യമായി പറഞ്ഞിട്ട് പാർട്ടി ആലോചനാ ഘട്ടത്തിലാണ്, ഒരാളെയും കൺഫേം ചെയ്തിട്ടില്ല, തീരുമാനിച്ചിട്ടില്ല. അപ്പം KPCC അധ്യക്ഷൻ പറഞ്ഞതല്ല ഇന്നലെ പ്രതിപക്ഷ നേതാവ്. അപ്പം നമ്മളിവിടെ സാധ്യതകൾ പറഞ്ഞപ്പം കൺഫേം പരസ്യമായി പറയുന്നതിന് KPCC അധ്യക്ഷൻ പറഞ്ഞത് പരസ്യമായാണ്. അൻവർ അവിടെ പോയി സ്ഥാനാർത്ഥിത്വം പ്രഖ്യാപിച്ച് അത് കഴിഞ്ഞ് KPCC പ്രസിഡന്റ് അതിനെ Endorse ചെയ്തു. അതിനുശേഷം ഉടനെ തന്നെ അടുത്ത പ്രോസസ് എന്ന് പറഞ്ഞാൽ പ്രതിപക്ഷ നേതാവിനെ വന്ന് കാണുക എന്നുള്ളതായിരുന്നു. അതും നടന്നു. അൻവർ മണ്ഡലത്തിൽ സജീവമായി. ഓക്കെ, ഏതായാലും രാഷ്ട്രീയ വൃത്തങ്ങളിൽ ചർച്ചകൾ അവസാനിക്കുന്നില്ല. പുതിയ പേരുകൾ വരുന്നു, പുതിയ സാധ്യതകൾ ആരായുന്നുണ്ട്. രാഷ്ട്രീയ വൃത്തം വീണ്ടും കാണാം തിങ്കളാഴ്ച.